പാട്ട് ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. പാട്ട് നമ്മളെ പെട്ടെന്ന് ഒരു മൂഡിൽ നിന്ന് വേറൊരു മൂഡിലേക്ക് പെട്ടെന്ന് ചേഞ്ച് ആക്കും. ഇപ്പോൾ സങ്കടമാണെങ്കിൽ തന്നെ സന്തോഷമാക്കും, സന്തോഷമാണെങ്കിൽ സങ്കടമാക്കും, എങ്ങോട്ടും അത് മാറ്റാൻ പറ്റും. അപ്പോൾ ആ പാട്ട് പാടാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ആ ഒരു ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളൊരു ഭാഗ്യമാണത്. അത് കുറച്ച് പേർക്കേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ എൻ്റെ കൂടെ ആയിരിക്കുന്ന രണ്ട് അച്ഛന്മാർക്കും ആ ഒരു ഭാഗ്യമുണ്ട്. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. അപ്പവും വീഞ്ഞുമായി നിൻ മാംസവും ചോരയും നീ ഞങ്ങൾക്കു പങ്കുവച്ചില്ലേ. ഇവർ ചെയ്ത പാപങ്ങൾ ഒരു മുൾക്കിരീടമായി ശിരസാവഹിച്ചോരു ദേവാ. ജീവിതമാം കാൽവരിയിൽ മരക്കുരിശുകൾ ചുമന്നിരുന്നവരെന്നെന്നും, ജീവിതമാം കാൽവരിയിൽ മരക്കുരിശുകൾ ചുമന്നിരുന്നവരെന്നെന്നും. ഞാൻ ഡേവിസ് പുലിക്കോട്ടിൽ, ചിറ്റാട്ടുകര ഇടവക അംഗമാണ്. ഇപ്പോൾ തൃശ്ശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിലെ വികാരി കൂടിയാണ്. ഞാൻ വിൽസൺ പെടിയത്ത്. ഞാൻ ചിറ്റാട്ടുകര ഇടവകയിലെ വികാരിച്ചനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ വീട് ചെറ്റിശ്ശേരി ഇടവകയിലാണ്. ഈശോ അപ്പമായി മാറിയത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈശോ പങ്കുവെക്കാനാണ് നമ്മളെ പഠിപ്പിച്ചത്, അല്ലേ? നമ്മൾ കേട്ടത് അങ്ങനെയല്ലേ? ഈശോ പങ്കുവെക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒരു സഹാനുഭൂതിയാണ് നമ്മുടെ ഉള്ളിൽ വളർത്തേണ്ടത്, അല്ലേ? ഇന്നത്തെ ഈ കാലയളവിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പങ്കുവെക്കൽ ഉണ്ടോ? കുറഞ്ഞില്ലെന്ന് തോന്നില്ലേ? നമുക്ക് ഒന്ന് ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും അവരുടേതായ ലോകത്ത് പങ്കുവെക്കാൻ മറന്നതോ എന്തൊക്കെയോ ഒരു വ്യത്യാസങ്ങൾ നമുക്ക് കാണുന്നില്ലേ? അപ്പൊ അച്ഛൻ എന്താ പറയാനുള്ളത്? ഇന്ന് നമ്മൾ അപ്പവും വീഞ്ഞുമായി എന്ന ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. അതിലെ യേശു എപ്രകാരമാണ് തൻ്റെ രക്തവും മാംസവും നമുക്ക് വേണ്ടി അർപ്പിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തൻ്റെ ബലി ജീവിതം സമർപ്പിക്കുന്നതായിട്ടുള്ളൊരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 70കളിൽ ഉണ്ടായൊരു ഗാനമാണ്. യേശുദാസ് പാടി മനോഹരമാക്കിയിരിക്കുന്ന പാട്ടാണ്. നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, എന്തുകൊണ്ടാണ് ഇപ്പോഴും സഹനങ്ങൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ളത്? കർത്താവ് വന്നത് ഈ ലോകത്തിലെ സഹനങ്ങളൊക്കെ ഇല്ലാതാക്കാനാണോ എന്ന ചോദ്യമല്ല. ശരിക്കും പാപങ്ങളെ ക്ഷമിച്ച് നമ്മൾ പുതിയ നന്മ നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് നമ്മൾ കരകയറുവാനായിട്ട് സഹനങ്ങൾ, കർത്താവിൻ്റെ സഹനങ്ങളിലൂടെ നമുക്ക് ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കുവാനും നവീകരിക്കുവാനും ഒക്കെ സാധിക്കും എന്നതാണ്. അത് അപ്പവും വീഞ്ഞുമായിട്ട് കർത്താവ് ആകുന്ന ആ രംഗമാണ്, വിശുദ്ധ ബലിയർപ്പണമാണ് ഇതിൽ യഥാർത്ഥമായിട്ട് കാണിക്കുന്നത്. എന്നുവെച്ചാൽ വിശുദ്ധ ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ദിവ്യകാരുണ്യമായി തീരുക എന്നതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ ദിവ്യകാരുണ്യമായി തീരുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് അവതരിച്ചത്. നമുക്കൊക്കെ കാരുണ്യം ആയിത്തീരുവാനും നമുക്കും മറ്റുള്ളവർക്ക് കാരുണ്യമായി തീരുവാനും ഒക്കെ പഠിപ്പിക്കുന്നതാണ് ഈ കർത്താവിൻ്റെ ബലി. കർത്താവ് തൻ്റെ ശരീരവും രക്തവും ബലി അർപ്പിച്ചുകൊണ്ട് ദിവ്യബലിയായി കുരിശ് ബലി അർപ്പിച്ച ആ ബലിയെയാണ് ഈ പാട്ടിൽ നമ്മൾ ഇതിവൃത്തമായിട്ട് നമ്മൾ കാണുന്നത്. എന്തിനാണ് ഈശോ തൻ്റെ ജീവിതം ബലി അർപ്പിച്ചത്? പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ദിവ്യകാരുണ്യമായി തീരുവാൻ, മറ്റുള്ളവർക്ക് കാരുണ്യം നൽകുന്ന കർത്താവിൻ്റെ ബലിജീവിതമാണ് ഈ കുരിശിൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ച് പാടുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുക. എപ്രകാരം യേശു മറ്റുള്ളവർക്ക് കാരുണ്യമായി തീർന്നുവോ അതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് കാരുണ്യമായി തീരുവാൻ, കരുണയുടേതായ അനുഭവം പങ്കുവയ്ക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകണം. അച്ഛൻ ഇത്രയും നാളെ ജീവിതത്തിൽ ഒരുപാട് ബലികൾ അർപ്പിച്ചിട്ടുണ്ടാവും, അല്ലെ? ദിവ്യബലികൾ. അല്ലെ ഏറ്റവും മനസ്സിൽ തട്ടി അർപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തോ ഒരു കുളിർമ തോന്നിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ബലിയർപ്പണം എപ്പോഴും ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ എന്നും നടത്തുന്ന ഒരു ശുശ്രൂഷയാണ്, എന്നും അർപ്പിക്കപ്പെടുന്ന ഒരു ബലിയാണ്. അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ദിവസം പ്രത്യേകമായി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഓരോ ബലിയർപ്പണവും ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് അർപ്പിക്കുക എന്നുള്ളതൊരു പുരോഹിതൻ്റെ കടമയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന ദിവസം പ്രത്യേകിച്ച് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതത്തിൽ ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ബലി തന്നെയാണ് അർപ്പിക്കുന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ അർപ്പിക്കുമ്പോഴാണ് ആ ബലി പൂർണ്ണമാകുന്നത്.
അപ്പോൾ മാത്രമേ അതിൽ പങ്കെടുക്കുന്നവർക്കും അതിൻ്റേതായ ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞങ്ങളെ അച്ഛന്മാർ എപ്പോഴും ആ ഒരു വലിയ ബോധ്യത്തോടു കൂടി തന്നെയാണ് ബലിയർപ്പിക്കുക. അപ്പം ഇവിടെ നമ്മൾ പാടാൻ പോകുന്ന പാട്ടിൽ അപ്പവും വീഞ്ഞുമായി തൻ്റെ ശരീരവും രക്തവുമായി മാറ്റി കർത്താവ് പങ്കുവെക്കുന്നതിനെക്കുറിച്ച് ഇവിടെ ഈ പാട്ടിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ കൂദാശയായ ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ടാണ് കർത്താവ് കുരിശിലേക്ക് ബലിയായിട്ട് ദുഃഖ വെള്ളിയാഴ്ച പോകുന്നത്. ആ ബലിയർപ്പണത്തിൻ്റെ മുന്നോടിയായിട്ട് ഈ ലോകാവസാനം വരെ അർപ്പിക്കപ്പെടാനുള്ള വലിയ കൂദാശ കർത്താവ് സ്ഥാപിച്ചിട്ടാണ് കുരിശിൽ മരിക്കുന്നത്. അപ്പോൾ നമ്മൾ അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും ഈ കുരിശ് മരണത്തിൻ്റെ ആവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ആ കുരിശ് മരണത്തിൻ്റെതായ ഫലങ്ങൾ ആ ബലിയിൽ ഓരോ ബലിയും ഉണ്ട് എന്ന് നമ്മൾ ബോധ്യത്തോടു കൂടെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പവും വീഞ്ഞുമായിട്ട് കർത്താവിൻ്റെ ശരീരവും രക്തവും അർപ്പിക്കപ്പെടുകയും അത് കർത്താവ് പങ്കുവെച്ച് നമുക്ക് തരികയും ചെയ്യുന്ന ഈ ബലി, അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പവും വീഞ്ഞുമായി നിൻ മാംസവും ചോരയും നീ ഞങ്ങൾക്കു പങ്കുവച്ചില്ലേ. ഇവർ ചെയ്ത പാപങ്ങൾ ഒരു മുൾക്കിരീടമായി ശിരസാവഹിച്ചോരു ദേവാ. ജീവിതമാം കാൽവരിയിൽ മരക്കുരിശുകൾ ചുമന്നിരുന്നവരെന്നെന്നും, ജീവിതമാം കാൽവരിയിൽ മരക്കുരിശുകൾ ചുമന്നിരുന്നവരെന്നെന്നും, അപ്പവും വീഞ്ഞുമായി നിൻ മാംസവും ചോരയും നീ ഞങ്ങൾക്കു പങ്കുവച്ചില്ലേ. അങ്ങേക്കു ഞാൻ ജീവൻ തരാം, എന്നിലെ ശീമോൻ കളവു പറഞ്ഞാലും. അങ്ങേക്കു ഞാൻ ജീവൻ തരാം, എന്നിലെ ശീമോൻ കളവു പറഞ്ഞാലും. പൂങ്കോഴി കൂവും മുൻപൊരു വട്ടം പോലും തള്ളിപ്പറയിക്കല്ലേ മനമേ. ജീവിതമാം കാൽവരിയിൽ മരക്കുരിശുകൾ ചുമന്നിരുന്നവരെന്നെന്നും, ജീവിതമാം കാൽവരിയിൽ മരക്കുരിശുകൾ ചുമന്നിരുന്നവരെന്നെന്നും, അപ്പവും വീഞ്ഞുമായി നിൻ മാംസവും ചോരയും നീ ഞങ്ങൾക്കു പങ്കുവച്ചില്ലേ. നല്ല രസമുണ്ടായിരുന്നു അച്ഛൻ പാടിയത് കേൾക്കാനും, ഒപ്പം അച്ഛൻ്റെ ആ വായനയും നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോയി. ഈശോയുടെ കുരിശ് മരണവും ആ ഒരു പീഡാസഹന വേളയിലെ ആ ഒരു നെടുവീർപ്പും എല്ലാം നമ്മൾ പെട്ടെന്ന് ഓർത്തെടുത്ത പോലെ തോന്നലായിരുന്നു. ഇപ്പം നമുക്ക് അച്ഛന്മാർ രണ്ടുപേരും ഉണ്ടാവും. ഗായകരായാലും അച്ഛൻ വായിക്കുകയും ചെയ്യും, ഒപ്പം പാടുകയും ചെയ്യും. രണ്ടുപേരും ആ ഒരു ഗായക മേഖലയിൽ വളരെ കഴിവ് പ്രകടിപ്പിച്ചവരാണ് അല്ലേ? ഈ വിശുദ്ധ ജീവിതത്തിൽ തന്നെ എടുത്ത് നോക്കുമ്പോൾ എവിടെയൊക്കെയാണ് നിങ്ങൾ ആ ഒരു വഴിത്തിരിവ് നിങ്ങൾക്ക് മനസ്സിലായത്? ഇപ്പോൾ വൈദിക ജീവിതത്തിൽ ഇപ്പോൾ ആ പാട്ടൊപ്പം കൊണ്ടുപോകാനും എങ്ങനെയൊക്കെയാണ് തോന്നിയത്? ഞങ്ങൾക്ക് പാടാൻ പറ്റും, ആ കഴിവുണ്ടെന്ന് എങ്ങനെയാ അച്ഛൻ മനസ്സിലാക്കിയത്? ചെറുപ്പം മുതലേ പാട്ട് പാടുവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പേരൻസ്, മാതാപിതാക്കൾ പാട്ടിനെ വളരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു. പിന്നീട് സെമിനാരി പഠനകാലത്താണ് കൂടുതൽ പാട്ട് പാടുവാനായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചത്. അപ്പോഴൊക്കെ അന്നത്തെ ഞങ്ങളുടെ മ്യൂസിക് മാസ്റ്റർമാരും മ്യൂസിക് ഡയറക്ടർമാരും അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും പാട്ട് പാടുവാനായിട്ട്. സാധാരണ ആലുവ മേജർ സെമിനാരി, നമ്മുടെ പോണ്ടിപ്പിക്കൽ സെമിനാരിയിൽ നിന്ന് എല്ലാ വർഷവും പ്രഭാത ഗീതങ്ങൾ എന്ന് പറഞ്ഞ് പാട്ടുകൾ നമ്മൾ ഓഡിഷൻ ചെയ്ത്
പ്രക്ഷേപണത്തിനായിട്ട് അയക്കാറുണ്ട്. എല്ലാ വർഷവും അതിൽ 5-6 പാട്ടുകൾ പാടും. അതിൽ ജസ്റ്റിൻ പനക്കലച്ചൻ എന്നെ ഓരോ വർഷവും ഒരു പാട്ട് പാടുവാനായിട്ട് ഉള്ള അവസരം തരാറുണ്ട്. അങ്ങനെ പാട്ട് പാടുന്നതിൽ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് അതിനെ സെമിനാരിയിലെ അച്ഛന്മാർ. പിന്നീട് സെമിനാരി പഠനം കഴിഞ്ഞ് വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷമാണ് ഞാൻ മ്യൂസിക് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ മ്യൂസിക് ചേർന്ന് BA ബിരുദം പഠിക്കുവാനായിട്ട് ചേർന്നു. അങ്ങനെ സംഗീതത്തിൽ കുറച്ചും കൂടി അറിവ് കിട്ടുവാനായിട്ടൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, മനസ്സിൽ കുറേ പാട്ടുകളുണ്ട് റൈസ് അല്ലേ, അതിൽ ഏറ്റവും പെട്ടെന്ന് എനിക്ക് ഇഷ്ടം എന്ന് തോന്നുന്നൊരു പാട്ട് പെട്ടെന്ന് ഓടി വരുന്ന മനസ്സിലേക്ക്? എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരിക കർത്താവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ പിതാവേ, ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥന. അതെനിക്കെപ്പോഴും മനസ്സിൽ പാടാറുണ്ട്. അത് കോടി പിടിച്ചാൽ ഞാനത് പാടിത്തരാം. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. അച്ഛനത് പറഞ്ഞ അപ്പം തന്നെ പാടിയ ഒരു സ്പിരിറ്റ്. ഇതെല്ലാവർക്കും അറിയുന്ന പാട്ടായതുകൊണ്ട് എളുപ്പം പാടാനും. ഇപ്പൊ ഡേവിസ് അച്ഛൻ എന്തായാലും പാടി, അപ്പൊ വിൻസൽ അച്ഛനും കൂടി ഒരു പാട്ട് പാടിയാ നമുക്ക്. തോമസേ എൻ്റെ കൂടെ വിമലേ അംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ, എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. വിമലേ അംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ, എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. എങ്ങനെയാണ് അച്ഛൻ ഈ ഒരു ജീവിതത്തിൽ ആ പാട്ടിനെ മുറുക്കെ പിടിക്കാനും ആ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്നും പോവാണ്ട് ആ പാട്ടിനെ പിന്നെയും അത് മുറുക്കെ പിടിച്ച് പോകാനും എങ്ങനെയാണ് അച്ഛന് സാധിച്ചത്? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പള്ളിയിൽ ആദ്യമായിട്ട് വികാരി അച്ഛനായിട്ട് വന്ന ജെയിംസ് പറവക്കാരനച്ഛനാണ് എന്നെ ഈ കൊയറിലേക്ക് അല്ലെങ്കിൽ പാട്ടിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവന്നത്. ആദ്യമൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പാട്ടൊക്കെ ചെറുതായിട്ട് പാടുമായിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ വീട്ടിൽ പെങ്ങന്മാർ അനുജനൊക്കെ കീബോർഡ് വായിക്കുന്ന ആളൊക്കെയാണ്, പാടുന്നവരൊക്കെയാണ്. ഞാൻ ഇത് പഠിക്കാനായി പള്ളിയിൽ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഓൾട്ടർ ബോയ് ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ അച്ഛൻ്റെ ദിവസം വിളിച്ചു കൊണ്ടുപോയി എന്നെ ഹാർമോണിയം പഠിപ്പിച്ചു തുടങ്ങി പള്ളിയിൽ വായിക്കാനായിട്ട്. അങ്ങനെ ഞാൻ സെമിനാരി ചേരുമ്പോൾ തന്നെ പള്ളിയിൽ കൊയറിൽ ഉണ്ടായിരുന്നു, ഹാർമോണിയം വായിച്ചിരുന്ന ആളാണ്. അന്ന് ഹാർമോണിയമാണ് പള്ളികളൊക്കെ, ഇന്നൊക്കെ കീബോർഡും കാര്യങ്ങളൊക്കെ ആയില്ലോ. അത് ഞാൻ സെമിനാരി ഞാൻ ചെന്നപ്പോൾ ഒരു ആദ്യത്തെ വർഷം അവിടെ വായിക്കാൻ സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. പക്ഷെ കൊയറിൽ എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മേജർ സെമിനാരിലേക്ക് പോയപ്പോൾ പിന്നെ 2 വർഷം അവിടെ ഞാൻ തന്നെയാണ് വായിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് മൈനർ സെമിനാരിയിൽ അവസാനത്തെ വർഷം ഏകദേശം അവസാനിക്കാറായപ്പോൾ ഒരു ലോനപ്പ് മാഷ് എന്നോ എനിക്ക് തോന്നുന്നത് ഡേവിസ് അച്ഛനൊക്കെ അറിയായിരിക്കും. ലോനപ്പ് മാഷ് ഞങ്ങളുടെ സെമിനാരിൽ പാട്ട് പഠിപ്പിച്ചിരുന്ന ആളാണ്. അദ്ദേഹം എന്നെയും അതുപോലെ തന്നെ ഞങ്ങളോട് ഇതിന് അത്യാവശ്യം കഴിവുള്ള ഒരു 2-3 പേരെ, അങ്ങനെ 4 പേരെ വയലിൻ്റെ ആദ്യത്തെ ഒരു സ്കെയിൽ കാണിച്ചു തന്നു. ഇങ്ങനെയാണ് നൊട്ടേഷൻ കാണിച്ചു തന്നു, അത് നോക്കി വായിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. അത്ര അദ്ദേഹം പഠിപ്പിച്ചപ്പോഴേക്കും ഞങ്ങൾ ആലുവയിലേക്ക് പുതിയ ഫിലോസഫി സെക്ഷനിലേക്കൊക്കെ പോയി. പിന്നത്തെ പഠനമൊക്കെ ഒരു വിധം തന്നെ പഠിക്കുന്ന പോലെയാണ്. അല്ല, സെമിനാരി ചേർന്ന 3ാമത്തെ വർഷം. അതിനുശേഷം പിന്നെ മേജർ സെമിനാരിലേക്ക് പോയിട്ട് പിന്നെ അധികം പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല ശരിക്കും.
അവിടെയും ഞാൻ കീബോർഡ് തന്നെ വായിച്ചിരുന്നത്, ഹാർമോണിയാണ് വായിച്ചിരുന്നത്. അവിടെ കൊയർ മാസ്റ്റർ ആയിരുന്നു. പിന്നെയും പാട്ടും ഈ ഹാർമോണിയം തന്നെ. അതിനുശേഷവും അച്ഛനായതിനു ശേഷവും ഞങ്ങളൊരു ചെറിയൊരു കൊയർ, അച്ഛന്മാരുടെ ഒരു കൊയറുണ്ട്, ഹോളി സ്ട്രിങ്സ് എന്നാണ് അതിൻ്റെ പേര്. അച്ഛന്മാർ സിസ്റ്റേഴ്സ് ഒക്കെ അടങ്ങുന്ന ഒരു ടീമാണ് അത്. മെയിനായിട്ട് നമ്മുടെ തിരുപ്പട്ട ശുശ്രൂഷകൾക്കുള്ള ഗായക സംഘമായിട്ടാണ് ഞങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തുടങ്ങിയിട്ട് 10-20 വർഷത്തിൽ മേലെ, 23 വർഷമാണിത്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് അച്ഛന്മാരും ഒക്കെ ആയിട്ടാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ലീഡർഷിപ്പിൽ ഞാൻ തന്നെയാണ് നിന്നിരുന്നത്. കീബോർഡ് വായിച്ചിരുന്നത് ഞാൻ തന്നെയാണ്. ഗാഗുൽത്താമലയിൽ എന്ന പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ ഒരു വേളയിൽ ആ പാട്ട് കേൾക്കാണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലേ. നമ്മൾ വീട്ടിലായാലും പള്ളിയിൽ ചെന്നാലും ഈ ഒരു കാലഘട്ടത്താണ് ആ പാട്ടിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ അച്ഛാ? ഇപ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ, ഇപ്പോൾ വെറുതെ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കിരുന്ന് കേൾക്കുവാണെങ്കിൽ തന്നെ ആ പാട്ടിൽ ഈശോയുടെ പീഡാനുഭവ സഹനവും ഈശോയുടെ കുരിശുമരണവും വളരെ ആ സമയത്ത് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഫീല് കിട്ടും നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ, അല്ലേ? ശരിക്കും നമ്മൾ ആ ഒരു വേദന അനുഭവിച്ച പോലെ ഒരു തോന്നലായിരിക്കും അത് കേട്ട് കഴിയുമ്പോൾ, അല്ലേ? ഇപ്പോൾ ആ ഒരു പാട്ട് ഇന്നത്തെ തലമുറയിൽ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു പ്രാധാന്യം, ആ പാട്ടിൻ്റെ പ്രാധാന്യം? വലിയ ആഴ്ചയിലെ ഹോളി വീക്കിലെ ദുഃഖ വെള്ളിയാഴ്ച ഈ പാട്ട് പാടാത്ത പള്ളികളുണ്ടാകില്ല, അല്ലെങ്കിൽ തിരുക്കർമ്മങ്ങളുണ്ടാകില്ല. ആബേലച്ചൻ രചിച്ച ഒരു പാട്ടാണിത് വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നും ആ പാട്ട് ഏത് കർമ്മത്തിനായാലും, ഏത് വലിയ ആഴ്ചയിലെ കർമ്മങ്ങൾക്കും അത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റുലി കേട്ടു എന്നുള്ള പാട്ട്. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധം ഞാൻ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു പാട്ടാണത്. ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യം നമുക്ക് ഒരു സംശയമുണ്ടായി. എന്താണ് കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നത്? അപരാധം ഞാൻ ചെയ്തിട്ടാണോ നിങ്ങൾ എന്നെ കുരിശിലേറ്റിയത് എന്ന ചോദ്യം കർത്താവ് ഒരിക്കൽ പീലാത്തോസിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഞാനൊന്നും കുറ്റമൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ കുറ്റം ചെയ്യാത്തവനാണ് യേശു എങ്കിലും ദൈവഹിതത്തിനനുസരിച്ച് ഈ സഹനം ഞാൻ ഏറ്റെടുക്കേണ്ടവനാണ് എന്ന ബോധ്യം യേശുവിനുണ്ട്. ആ ഗാനത്തിൽ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ തന്നെയാണ് യേശുവിൻ്റെ പദ്ധതി അനുസരിച്ച് തീരുമാനിച്ചുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഗെത്സമനിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ സഹനങ്ങളൊക്കെ വരുമ്പോഴും മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോഴും ഒക്കെ നമുക്കും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്ത് ഞാൻ ചെയ്തിട്ടാണ്, എന്ത് അപരാധം ഞാൻ ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. എങ്കിലും ദൈവഹിതം എന്താണെങ്കിൽ അതിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുക എന്നതാണ് ഈ പാട്ടിലൂടെ, ആ ആശയത്തിലൂടെ നമുക്ക് തരുന്നത്. വാസ്തവത്തിൽ ഈ ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റിൽ കേൾപ്പു എന്ന് പറയുന്ന ഈ പാട്ടിൽ വാസ്തവത്തിൽ കർത്താവ് വിലപിക്കുന്നതിനെ കൂടുതലായിട്ട് കർത്താവിനോട് നാം കാണിച്ച അപരാധങ്ങൾ എടുത്ത് കാണിക്കുന്ന ഒരു പാട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം തുടർന്ന് വരുന്ന വരികളിലൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി നൽകിയ നന്മകൾ എന്താണെന്ന് വിവരിക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ ഉയർത്താൻ വന്നു, നിങ്ങൾക്ക് ഞാൻ സൗഭാഗ്യകരമായ പല കാര്യങ്ങളും ചെയ്തു തന്നു, എന്നിട്ട് നിങ്ങൾ എന്നെ ക്രൂശിലേറ്റി. അപ്പോൾ മനുഷ്യൻ്റെ നന്ദിഹീനത എത്ര വലുതാണെന്ന് എടുത്ത് കാണിക്കുകയും അതിനൊക്കെ പരിഹാരമായിട്ട് കർത്താവ് കുരിശിലേറി എന്നുകൂടെ കാണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ആ പാട്ടിൻ്റെ ഒരു ഘടന നമ്മൾ കാണുക. അപ്പോൾ ആ പാട്ട് നമ്മൾ ഡേസജൻ വളരെ മനോഹരമായിട്ട് അത് പാടുമ്പോൾ നമുക്കറിയാം. നമ്മൾ കുറച്ച് വരികളെ നമ്മളത് പാടുന്നുള്ളൂ ഇവിടെ, പക്ഷേ എങ്കിലും കർത്താവ് നമ്മുടെ നന്ദിഹീനതയും നമ്മുടെ പാപങ്ങളും ഒക്കെ ഏറ്റെടുക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു കുരിശാരോഹണത്തിലേക്ക് വന്നത് എന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അത് വ്യക്തമാക്കാൻ വേണ്ടി കൂടിയാണ് ആബേലച്ചൻ ആ ഒരു വരികൾ എഴുതിയിട്ടുള്ളത്. അച്ഛനെ സൂചിപ്പിച്ചതുപോലെ അത് പാടാത്ത ഒരു ദുഃഖ വെള്ളിയാഴ്ച മിക്കവാറും ഒരു പള്ളികളിലും ഉണ്ടാകാൻ സാധ്യതയില്ല. പള്ളികളിലായാലും ഒക്കെ ഇപ്പൊ നമ്മൾ നഗരി കാണിക്കുന്ന പ്രദർശനത്തിലൊക്കെ ഈ പാട്ടുകൾ പാടാറുണ്ട്. അത് ഏത് കൊച്ചുകുട്ടിക്കും ഈ വരികൾ സുപരിചിതമാണ്. ഏത് ഫീലിംഗ് നമുക്കുണ്ട്. അതിന് ആ വരികൾക്ക് അതിനൊരു അത്രയും ഒരു തീക്ഷ്ണതയുണ്ട് ആ വരികൾ. നമുക്ക് അച്ഛന് നമുക്കതൊന്ന് നമുക്ക് വേണ്ടി പാടിത്തരുമോ? മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ,
പാപശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. വനത്തിലൂടാനയിച്ചു ഞാൻ, അന്നമായി വിൻ മന്ന തന്നില്ലേ. അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലു നൽകിടുന്നീ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ആ പാട്ട് പാടിക്കൊണ്ടിരുന്ന ആ നിമിഷം നമ്മൾ ആ ഈശോന്റെ കുരിശിൻ കീഴിലായിരുന്ന പോലെ ഒരു ഫീൽ അല്ലേ? ശരിക്കും ആ ഒരു നിമിഷം അച്ഛനോടെ ക്രിയേറ്റ് ചെയ്ത പോലെ രണ്ടച്ഛന്മാരും കൂടി, അച്ഛൻ പാടിയിട്ടായാലും അച്ഛൻ വായിച്ചിട്ടായാലും ആ ഒരു ഫീൽ ഇവിടെ അച്ഛൻ കൊണ്ടുവന്നു. അച്ഛൻ നമ്മൾ നേരത്തെ പാടിയായിരുന്നില്ലേ ഗാഗുൽത്താമലയിൽ എന്ന പാട്ട്? ആ പാട്ടിനോട് സാമ്യമുള്ള പാട്ടാണ് അടുത്തത്, മുൾമുടി അണിഞ്ഞുകൊണ്ടുള്ള ഈശോ. ഈ രണ്ട് പാട്ടിലും ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും ഈശോയുടെ സഹനങ്ങളാണ് പറയുന്നത് രണ്ട് പാട്ടിലും. ഇവിടെ ഈശോയുടെ ആ ഒരു ചുടു രക്തം ആ ഒരു സഹനത്തിന്റെ സ്നേഹമായി കാണിക്കുന്നതാണ് ഇവിടുത്തെ എഴുത്തുകാരൻ അല്ലേ? നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരുപാട് സഹിച്ച ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാം. പക്ഷേ ഈശോൻ്റെ അത്ര ആരും സഹിച്ചിട്ടില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും വിഷമം സങ്കടം അങ്ങനെ വരുമ്പോൾ ഓടിക്കയറി പള്ളി കയറി ഇരിക്കും. അവിടെ ഒന്ന് ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം, ഒരു സന്തോഷം, ഒരു കുളിർമ കിട്ടും നമുക്കല്ലേ? പക്ഷെ നമ്മൾ ആ കുരിശിക്ക് നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കും കർത്താവ് സഹിച്ചത്രേ നമ്മളാരും സഹിച്ചിട്ടില്ലെന്നുള്ളത്. ഈശോയുടെ സഹനത്തെ പോലെ നമ്മളുടെ സഹനങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ ഇപ്പോഴത്തെ സമൂഹം നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമം, ചെറിയൊരു സങ്കടം വന്നാൽ തന്നെ എല്ലാവരും കത്തിയെടുക്കാനും ബ്ലീഡ് എടുക്കാനും ഒരുങ്ങും അല്ലേ? ഒരു ചെറിയ വിഷമം പോലും ആർക്കും കൺട്രോളിൽ നിർത്താനൊന്നും പറ്റുന്നില്ല അല്ലേ? അപ്പോൾ എങ്ങനെയാണ് സഹിക്കേണ്ടത്? പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ അതിജീവിക്കാം, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ ഓവർകം ചെയ്ത് നമുക്ക് പിന്നീട് ജീവിച്ച് കാണിക്കാം എന്നൊരു ആ ഒരു ഇത് ഇപ്പോഴത്തെ കാലത്തെ ആളുകൾ കുറവാണ്. ചിന്തിക്കുന്നില്ല അവർ പിന്നീട് എന്ത് ജീവിതം ഉണ്ടെന്നുള്ളത്. അവസാനിച്ചു എല്ലാ പ്രശ്നങ്ങളും കൊണ്ടും എന്നവർ ചിന്തിക്കുന്നു. അച്ഛൻ എന്താ അതിനെക്കുറിച്ച്, ഈശോൻ്റെ സഹനങ്ങളും എങ്ങനെ ആവണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു? ഈ പാട്ടിലെ വരികൾ വളരെ അർത്ഥവത്തും വളരെ ചിന്തനീയവുമാണ്. മുൾമുടി അണിഞ്ഞ ഈശോ മുത്തം നൽകുന്നതാണ്. അവൻ്റെ മുഖത്ത് മുത്തം നൽകിയപ്പോൾ മുൾമുടിയുടെ മുന കൊണ്ട് അവൻ്റെ മുഖം വേദനിക്കുന്നതാണ്. ആ വേദനിച്ചപ്പോൾ ആ വേദനയെ എന്താണ് അവന് പേരിട്ട്? സഹനമെന്ന് പേരിടുന്നു. അപ്പോൾ ഈശോ നൽകുന്ന ഉത്തരമാണ്, നിൻ്റെ സഹനങ്ങളൊക്കെ നാളത്തെ മഹത്വമായി തീരാനുള്ളതാണ്, നിൻ്റെ വേദനകളൊക്കെ നാളത്തെ ആനന്ദമായി തീരാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ടാണ്. അപ്പം വേദനകളും സഹനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഒന്നുകിൽ ഒന്ന് മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും അതുപോലെ അത് വേദനയ്ക്ക് ആനന്ദമായി തീരുമെന്നാണ് കർത്താവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹമാണ് സഹനം എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് സഹനത്തിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാകുക. ഈ പാട്ടിൽ അച്ഛൻ പറഞ്ഞില്ലേ, മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ മുഖത്തൊരു മുത്തം നൽകി. വാസ്തവത്തിൽ നമ്മൾ ആരെയാണ് മുത്തം കൊടുക്കുക? ആർക്കാ മുത്തം കൊടുക്കുക? അത് നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് ചുംബനം എന്ന് പറയുന്നത്. കർത്താവ് നമ്മെ ചുംബിക്കുമ്പോഴുണ്ടാകുന്ന ആ കർത്താവിൻ്റെ തലയിൽ മുൾമുടിയേറ്റുള്ള വേദനയെ എന്ത് വിളിക്കണം എന്നാണ് അതിൽ വരികളിൽ വരുന്നത്. അതിനെ ഞാൻ സഹനമെന്ന് വിളിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ പ്രകടനമാണ് സഹനം എന്ന്
ഉള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയാൽ ആരും തന്നെ സഹനം വരുമ്പോൾ ഓടി ഒളിക്കില്ല, ബ്ലേഡ് എടുക്കില്ല, കത്തി എടുക്കില്ല, കയറെടുക്കില്ല. അപ്പോൾ സഹനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സഹനത്തെ കാണുമ്പോഴാണ് അത് ആനന്ദമായിട്ടും അത് സൗഭാഗ്യമായിട്ടും മാറുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്നാണ്. അപ്പോൾ കർത്താവ് ഒരിക്കലും സൗഭാഗ്യം പറയുമ്പോൾ ഈ സഹനങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള സൗഭാഗ്യമല്ല. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നത് തന്നെയാണ്. എപ്പോഴും നമ്മൾ പോകുന്ന ജെറുസലേമിലേക്കാണ്, അവിടെ വെച്ച് നമ്മൾ സഹിക്കേണ്ടി വരും, മനുഷ്യപുത്രൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. അന്ന് സുവിശേഷത്തിൽ പറയാം അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ തലമുറയ്ക്കും കുറേ പേർക്ക് മനസ്സിലാകാത്തതാണ് പ്രശ്നം, എന്താണ് ഈ സഹനത്തിൻ്റെ മൂല്യമെന്ന്. അപ്പോൾ ഈ പാട്ടിൽ വളരെ വ്യക്തമാണ് കർത്താവ് നമുക്ക് തരുന്ന മുത്തം, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൽ ഉൾപ്പെടുന്നതാണ് ആ വേദനയും സഹനവും. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുക, നിങ്ങൾ ആ സഹനത്തിൽ വരുമ്പോൾ വിഷമിക്കേണ്ട, കാരണം നമുക്ക് ഇന്നത്തെ ഈ സഹനം നിനക്ക് നാളെ മഹത്വമായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മുടെ ഈ വേദനയിൽ കർത്താവ് നമ്മെ താങ്ങിക്കൊള്ളും, കർത്താവ് നമ്മെ ഉദ്ധരിക്കും എന്നുള്ള വലിയൊരു സന്ദേശം ഈ പാട്ടിൽ തരുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് പാട്ടിലൊരു പാട്ടാണ്. അച്ഛനത് നന്നായിട്ട് തന്നെ നമുക്ക് പാടിത്തരും. നമുക്കത് കേൾക്കാം. അണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടെ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. മുൾമുടി അണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. ദുഃഖവെള്ളി എന്ന് പറയുന്ന ഒരു സഹനത്തിന്റെ കാലയളവാണല്ലേ. ഈ സഹനത്തിൽ നിന്ന് ഒരു പ്രത്യാശയിലേക്കാണ് പോകുന്നത് ഈ കാലഘട്ടം. ദുഃഖവെള്ളി കഴിഞ്ഞ 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് ഈസ്റ്ററാണ്. ഈസ്റ്റർ എന്താ നമുക്ക് തരുന്നത്? പ്രത്യാശയാണ്. ഒരു സഹനം നമുക്കൊരു ഉണ്ടെങ്കിൽ തന്നെ ആ സഹനത്തിൽ നിന്ന് ഒരു പ്രത്യാശ കർത്താവ് കാണുന്നുണ്ട്. ഈശോയുടെ സ്നേഹമാണ് സഹനം എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. ഒരു സഹനം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ പതറാതെ, എന്താണ് എനിക്ക് മാത്രം സങ്കടം, എന്താണ് എനിക്ക് മാത്രം വിഷമം എന്ന് ചോദിക്കാതെ, അത് ഈശോ തന്നതാണല്ലോ, അത് ഞാൻ സഹിക്കണം, എനിക്ക് പിന്നീടൊരു പ്രത്യാശയുണ്ട്, പിന്നീടൊരു നല്ലത് അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നൊരു ചിന്തയോടെ നമുക്കായിരിക്കാം. ഈശോയുടെ കുരിശിൻ കീഴിലായിരിക്കാം, പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം.